സിനിമയുടെ അണിയറ പ്രവർത്തകർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അണിയറ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ നിർമ്മാതാവുണ്ട്, സംവിധായകരുണ്ട്, കഥാകൃത്തുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവത്തെക്കുറിച്ച് പരാതിയൊന്നും കിട്ടിയിരുന്നില്ല എന്നാണ്. കാരണം പരാതിയൊന്നും കിട്ടിയിരുന്നില്ല എന്ന് പറയുന്നത്, ഈ സംഭവം എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. സംഭവം ഒതുക്കി തീർക്കാൻ ഒരു തരത്തിലും ശ്രമിച്ചിട്ടില്ല. നിർമ്മാതാവ് എന്ന നിലയിൽ ആരോപണത്തെ വലിയ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സുതാര്യതയോടെയാണ് കാണുന്നത്. ICC, ഫിലിം ചേംബർ തുടങ്ങിയ ഉൾപ്പെട്ട ഒരു മീറ്റിംഗ് ഏപ്രിൽ 21 ഈ വിഷയം അന്വേഷിക്കുന്നതിനായി ചേരുന്നുണ്ട്. ഇവിടെ തങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അക്കാര്യം പറയാമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയെ വെറുതെ വിടണം എന്നാണ് അവർ പറയുന്നത്. ശ്രീ വിനു കിരിയത്ത്, ഇങ്ങനെ പറഞ്ഞ് ഒഴിയുവാൻ ഈ സിനിമയുടെ നിർമ്മാതാവിനും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകർക്കും കഴിയുമോ? സിനിമയാണ്, ശരിയാണ്, അവർക്ക് നഷ്ടം സംഭവിക്കുന്നതാണ് എന്നൊക്കെ പറയാമെങ്കിലും നിസ്സാരമായൊരു സംഭവമല്ലല്ലോ ആ സിനിമയുടെ സെറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതനുസരിച്ച് അയാൾക്ക് ജാമ്യം കൊടുക്കാം. ആ വകുപ്പുകൾ മാത്രമേ ചുമത്തിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ പോലീസിന് ഷൈൻ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം എന്ന് തന്നെ ഞാൻ പറയും. അല്ലല്ല, ഷൈൻ ടോം തോമസിന് പോലീസിനെ ഈ അടുത്ത കാലത്ത് കോടതി രൂക്ഷമായി വിമർശിച്ചാണ് കൊക്കൈൻ കേസിലെ. അപ്പോൾ പോലീസിന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതിപ്പം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ജാമ്യം കിട്ടി, അത് മണിക്കൂറിനകത്ത്, ഒരു ദിവസം പോലും കിടന്നില്ല. കയറുന്നു, പോകുന്നു, ചോദ്യം ചെയ്തു എന്നും പറയുന്നു. അസോസിയേഷൻ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് തക്കതായ നടപടി എടുക്കുന്നത് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ എന്ത് നടപടി? മാറ്റി നിർത്താൻ കുറച്ച് നാൾ എന്തായാലും നോക്കൂ, 2 പടം റിലീസ് ചെയ്യാനുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ആ നിർമ്മാതാവിനെ ബാധിക്കുന്ന പ്രശ്നം. ആ 2 പടവും ചെയ്യും. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഷെയ്ം നിഗം ഇപ്പം ഒരു പരാതി നമ്മളാരും കേൾക്കുന്നില്ലല്ലോ അല്ലേ? കാരണം എന്താ, ഞങ്ങൾക്കൊക്കെ ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ പ്രതികരിക്കാൻ വരുന്നത്. ഇയാൾ ഷൈൻ ടോം ചാക്കോ നല്ലൊരു നടനാണ്, അയാൾ എല്ലാ സിനിമയിലും പ്രൂവ് ചെയ്തതാണ്, അസാധ്യമായിട്ട് അഭിനയിക്കും. അപ്പോൾ അയാൾ നന്നായി വരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ ചർച്ചയ്ക്ക് വരുന്നത്. പക്ഷേ ആ നടൻ മലയാള സിനിമയിൽ വേണ്ട. മുഴുവൻ ഈ വിഷം കുത്തിവെപ്പിക്കുന്ന ഒരു വലിയ ഡ്രഗ് ഡീലറുമായിട്ട് ഇടപാട് നടത്തുന്ന ആൾ കൂടിയാണ് ഇയാൾ. അപ്പോൾ അങ്ങനെ ഒരാളെ മലയാള സിനിമയിൽ വെച്ച് പോപ്പിക്കുക എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് മുഴുവൻ അപമാനമാണ്. ഇതിന്റെ ഉത്തരവാദിത്വം പേറേണ്ടി വരും ഈ പറയുന്ന സംഘടനകളൊക്കെ. മഞ്ജുഷ, ഞാൻ അതാണ് പറഞ്ഞത്. ഇതുവരെ അതൊക്കെ, പക്ഷേ ഇന്ന് പുള്ളി തന്നെ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ ഡ്രഗ് ഉപയോഗിക്കാറുണ്ട്. എന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ ഇന്നലെ ജോസ് തോമസ് പറഞ്ഞു അച്ഛനമ്മടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ഇയാളെ കൊണ്ടിടാൻ. അത് ഇയാൾ തന്നെ ഇന്ന് സമ്മതിച്ചു. എൻ്റെ അച്ഛൻ കൊണ്ടുപോയി ഞാൻ അവിടെ നിന്ന് ചാടിപ്പോയി. അത്തരക്കാരെ സിനിമയിൽ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അത്രക്കാരെ വേണ്ട. കാരണം ഇത് പിന്നെ ഇവിടെ ഇത് തുടങ്ങി വെച്ചത് ആരാണ്? വിൻസി. വഴി കൊണ്ട് കലം ഉടച്ചതും വിൻസി തന്നെ. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയെങ്കിലും ഒരു ഇത് വന്നത് ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു. ആ നമ്മുടെ സജി നന്ദിയാട്ട് പേര് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇന്ന് പോലീസ് ഇത്രയെങ്കിലും ചെയ്തത്. ഇല്ലെങ്കിൽ ഇതെന്താവുമായിരുന്നു? സജി നന്ദിയാട്ട് പറഞ്ഞതാണല്ലോ ഇവിടെ എല്ലാവരും കുറ്റമായിട്ട് പറയുന്നത്. അതുകൂടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതെന്താണ്? അശ്വമേധമോ ഇത് ഊഹിച്ചെടുക്കാൻ? അങ്ങനെയൊന്നും ആവരുത്. ഈ പോലീസ് ഇയാളെ തെരഞ്ഞെവിടെ ചെന്നത് ഈ പറയുന്ന വിൻസി അലോഷ്യസിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അങ്ങനെ വിവരം പുറത്തു വന്നതുകൊണ്ടല്ല. ഈ സജീർ എന്ന ഡ്രഗ് ഡീലറുമായിട്ടുള്ള ബന്ധം പോലീസ് അല്ല, അങ്ങനെ ഒരാൾ ആ ഹോട്ടലിൽ ഉണ്ട് എന്നറിഞ്ഞാണ് ഡാൻസ് ആപ്പ് ചെന്നത്. അപ്പോൾ ആ ഹോട്ടലിൽ ഇയാൾ മുറിയെടുത്തിട്ടുണ്ട്, ഇയാളുടെ പേരിൽ മുറിയെടുത്തിട്ടുണ്ട്, ഷൈൻ ടോം ചാക്കോയുടെ പേരിൽ മുറിയെടുത്തിട്ടുണ്ട് എന്ന വിവരം കിട്ടുന്നു. അങ്ങനെ മുറി പരിശോധിക്കാൻ എത്തുന്നു. ആ സമയത്താണ് ഇയാൾ അവിടുന്ന് ചാടി രക്ഷപ്പെടുന്നത്. ഇപ്പോൾ അയാൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് സജീവമായ ഇടപാടുകൾ എനിക്കുണ്ടായെന്ന്. അയാൾ ചാടിയത് ഗുണ്ടകളാണെന്ന് വിചാരിച്ചെന്ന്. ഗുണ്ടകളെ പേടിക്കുന്നതിന് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്കും ഗുണ്ടകൾ ഉപദ്രവം ഒന്നും ചെയ്യാറൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഒരുമാതിരി രക്ഷപ്പെടില്ല. എന്തിനു ഓടി? പോലീസാണെങ്കിൽ തുറന്നു പറഞ്ഞു ഞാൻ ഇവിടെ വേറെ ആവശ്യത്തിന് താമസിക്കുകയാണെന്ന് പറഞ്ഞാൽ പോരാ. അപ്പോൾ ഈ ഓടിയതിൻ്റെ പിന്നിലൊക്കെ എന്തായാലും ഇതൊക്കെ പകൽ പോലെ സത്യമാണ്. എന്തായാലും ശരി, എന്നെ ഇത് കോടതിയിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. കാരണം ഒരു തെളിവുമില്ല. ചെയ്യാവുന്നത് അസോസിയേഷനുകൾക്ക് എന്തെങ്കിലും ചെയ്താൽ, ഇപ്പോൾ ചെയ്താൽ ഇതിന് ഇല്ലെങ്കിൽ നാണക്കേട് കൊണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. എന്താണ് ശ്രീ ജോർജ് ജോസഫ്?